ഹലോ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എൻ്റെ ഹസ്സിൻ്റെ വകയാണ്. അപ്പോൾ നല്ലൊരു ഈദ് സ്പെഷ്യൽ വ്ളോഗ് നമുക്ക് കാണാം. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ഗൈസ്, എല്ലാവർക്കും വെൽക്കം. നമുക്ക് ഇന്ന് പെരുന്നാളായിട്ട് നല്ലൊരു സ്വാദിഷ്ടമായ തലശ്ശേരി മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം. ഇതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ സുർക്കയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്ത മട്ടൻ 1 കിലോ, പിന്നെ അതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി നല്ല നുറുക്കിയ മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില, വലിയ 3 ഉള്ളി, 3 തക്കാളി, മീഡിയം തക്കാളി, നല്ല കഴുകിയെടുത്ത കൈമാരി, പിന്നെ അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള ജിഞ്ചർ ഗാർലിക്, പിന്നെ ചില്ലി, പിന്നെ കുറച്ച് ലെമൺ ആവശ്യമുള്ളത്, പിന്നെ മസാല, പിന്നെ നമുക്ക് വേണ്ടത് തൈര്, ഗീ. നമുക്ക് ആദ്യമായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാം. അതിന് നമ്മൾ ഇതിൽ മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. അതിന് പിന്നെ അത് നമ്മൾ വഴറ്റിയെടുക്കാൻ വേണ്ടി 3 ടീസ്പൂൺ ഗീ, കുറച്ച് എണ്ണ ചേർത്ത് നമുക്ക് ഈ പേസ്റ്റ് അതിനകത്ത് ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നന്നായി ലോ ഫ്ലെയിമിൽ വഴറ്റിയതിന് ശേഷം നമുക്ക് ഉള്ളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി ഇട്ട് നമ്മൾ ഈ പേസ്റ്റുമായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് ഉപ്പ് പാറ്റി കൊടുക്കും. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി അടച്ചു വെച്ച് നന്നായി ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മൾ അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കും. അത് നമുക്ക് പാരലായിട്ട് അരി വേവിക്കാം. അരി ഇടുമ്പോൾ മസാല നമ്മൾ 3 ടീസ്പൂൺ ഗീയും പിന്നെ ഒഴിച്ച് നമ്മൾ അതിനെ വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക 1 ഗ്ലാസ് അരിക്ക്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ അരി ഇട്ട് കൊടുത്തു. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു. കാരണം ചെറുനാരങ്ങ നീര് പിഴിഞ്ഞെന്ന് വെച്ചാൽ ഈ അരി നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ തമ്മിൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയാണ് ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞത്. പിന്നെ നമ്മൾ അപ്പുറത്തെ മസാലയിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത മട്ടൺ ആഡ് ചെയ്തു. വേവിച്ചെടുത്ത മട്ടൺ നന്നായി എല്ലാം ആഡ് ചെയ്തു. അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അതിനകത്തോട്ടേക്ക് നമുക്ക് കുറച്ച് മല്ലി, കുറച്ച് പുതിന, കുറച്ച് കറിവേപ്പില നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായി കുറച്ച് ഗരം മസാലയും പാറ്റി നമ്മളതിനെ മിക്സ് ചെയ്ത് നമ്മളതിനെ അടച്ച് മാറ്റി വെക്കും. പിന്നെ നമ്മൾ ബിസ്ത ഉണ്ടാക്കാൻ പോവാണ്. ബിസ്ത നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി ഉള്ളി ഫ്രൈ ചെയ്തു. എണ്ണയിൽ നല്ല ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തു. പിന്നെ പുതിന കുറച്ച് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി പുതിന നമ്മളിട്ടു. അതിനകത്തേക്ക് നമ്മൾ കാഷ്യൂ, കിസ്മിസ് അതും ആഡ് ചെയ്ത് നന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിനെയും നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ദം ചെയ്യുമ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ മാറ്റി വെക്കണം. അത് നന്നായി വഴറ്റിയെടുത്ത് അതിനെയും മാറ്റി വെക്കുക. പിന്നെ നമ്മൾ ദമ്മിടാൻ പോകാൻ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച മസാല അതിനകത്തേക്ക് നമ്മൾ ചോറ് ഘട്ടങ്ങളായിട്ട് ഒരു ലെയറായി ഇട്ട് നമ്മൾ ഗാർണിഷിങ്ങിനെ പാറ്റുക. കുറച്ച് ഗരം മസാല പാറ്റുക. പിന്നെ നമ്മൾ ലാസ്റ്റ് വരെ മേലെ എത്തുമ്പോൾ നമ്മൾ ചോറ് കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം അത് ഓരോ ലെയറായി ഇടുക. ഒരു 5 ടീസ്പൂൺ ഇട്ടതിന് ശേഷം കുറച്ച് നമ്മൾ ഗാർണിഷ് ഇടുക. അങ്ങനെ ചെയ്യാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ബാക്കിയുള്ള മൊത്തം ഗാർണിഷായി നമ്മൾ പാറ്റി നമ്മൾ കുറച്ച് അതിൻ്റെ മേലയിലേക്ക് നമ്മൾ നന്നായി ഈ ഗരം മസാല പൊടിച്ച് വെച്ച് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് അത് നമ്മളത് ഇതിൻ്റെ മേലേക്ക് കുറച്ചായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കുറച്ച് ഇങ്ങനെ നന്നായി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമ്മളിത് ദമ്മിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മളത് ഗരം മസാല സ്പ്രിങ്കിൾ ചെയ്തു. അപ്പോൾ നമ്മൾ എല്ലാം അടച്ച് നിന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇതിനെ നമ്മൾ അടച്ച് ഒരു 10 മിനിറ്റ് വെക്കാം. വളരെ ലോ ഫ്ലെയിമിൽ വെക്കാം. 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമ്മളതിനെ നന്നായി അടച്ച് വെക്കാം. നമുക്ക് മട്ടൻ ബിരിയാണി റെഡി.